അങ്ങനെ പറഞ്ഞതിനകത്ത്. പിറ്റേ ദിവസം സാറ് ഇത് ഓപ്പറേറ്റ് ചെയ്തു. രാവിലത്തെ പത്രത്തിനകത്ത് രാജൻ ഗോപിയുടെ പത്രം എടുത്ത് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. എല്ലാ പത്രങ്ങൾക്കും അത് വന്നു. ഇത് വന്നു നാണക്കേട്, ഗവൺമെൻറ് നാണക്കേടാകും, മന്ത്രിയെ വിളിച്ചു പറഞ്ഞു നാണക്കേടാകും എന്ന് കണ്ടപ്പോൾ റേറ്റൊക്കെ തിരിഞ്ഞു മാത്രമല്ല ഈ ഹരിലാൽ ഒരു വോയിസ് ക്ലിപ്പ് ഇറക്കി. അങ്ങനൊരു സംഭവമില്ല, അങ്ങനൊരു ചർച്ച നടന്നിട്ടില്ല. അവിടെയാണ് വേറൊരു രണ്ടാമതൊരു സംഘടന കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ പറയാൻ ഹരിലാലിന് കഴിയില്ലായിരുന്നു. അതുവരെ അന്ന് പറഞ്ഞ വളരെ കാര്യമായിട്ട് പറഞ്ഞ് സമരം ചെയ്യും, സമരം പണിമുടക്കിലായിരിക്കും എന്ന് പറഞ്ഞ ഹരിലാൽ പിറ്റേ ദിവസം സർക്കാരിനും ഗവൺമെന്റിന് വേണ്ടി അത് അങ്ങനെ സംഭവം അങ്ങനെ ചർച്ചയെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ളവരെ കഴിഞ്ഞ ഒരു സമര ആഭാസം നിങ്ങൾ കണ്ടു കാണും. ഇവിടെ NCCOE എന്ന് പറഞ്ഞ് ശിവക്കുട്ടിയുടെ സംഘടന ഒഴിച്ച് നമ്മളും ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് എല്ലാ സംഘടന INTUCയുടെ 16 സംഘടന, പിന്നെ AITUC, CITU, ഓഫീസേഴ്സ് അസോസിയേഷൻ, STU, RSP, പിന്നെ എല്ലാ HMS എല്ലാം കൂടെ ചേർന്ന് NCCOE എന്നും പറഞ്ഞ സംഘടന ഇതിനകത്ത് വന്നിട്ട് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിനകത്ത് കയറി ചെയ്തു. അവിടെ സമരം നടത്തി. അവിടെ അങ്ങനെ സമരം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ NCCOEക്കാരെല്ലാം വന്നു. അവരെല്ലാം വിളിച്ച് BTR എന്ന് വെച്ചാൽ CITUവിൻ്റെ ആസ്ഥാനത്ത് വെച്ച് യോഗം കൂടി തീരുമാനിച്ചു. ആ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ വൈദ്യുതി ഭവൻ കോമ്പൗണ്ടിനകത്ത്, അതുവരെ കോമ്പൗണ്ടിൽ ആരും കയറിയിട്ടില്ലായിരുന്നു, കോമ്പൗണ്ടിനകത്ത് ചുവന്ന കൊടി മാത്രം കെട്ടി ഇത് ചെയ്തു. നോക്കിയപ്പോൾ EFI എന്ന് പറഞ്ഞ് 21 ദിവസം, അതായത് ഡിസംബർ മാസം 26-ാം തീയതി തൊട്ട് സമരം. അപ്പോൾ NCCOE വേണ്ട, NCCOE അങ്ങ് തള്ളിക്കളഞ്ഞു. അവരെ പുല്ല് പോലെ എടുത്ത് കളഞ്ഞേച്ച് EFI, ഓഫീസേഴ്സ് അസോസിയേഷൻ, CITU കൂടെ മാത്രം സമരം. എന്താണ് സമരം? എന്തിനു വേണ്ടിയാണ് സമരം? ആ സമരം ചെയ്തവർക്ക് തന്നെ അറിയില്ല. NCCOE കുട്ടികൾ എന്തിനു വേണ്ടിയാണ് അത് വ്യക്തമായിട്ട് അറിയില്ല. സമരാഭാസം എന്ന് പറയാൻ കാര്യം നിങ്ങൾക്കറിയാം. 1957-ൽ LCT ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടിരുന്നതിൽ നിന്ന് നമ്മൾ ബോർഡാകുമ്പോൾ നമ്മൾ വ്യക്തമായ നിയമ ഇത് വെച്ചിട്ടാണ് ആയത്. അതായത് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ടോ അതെല്ലാ അവകാശങ്ങളും ബോർഡിൽ കൊടുക്കാം എന്നുള്ളത്. നമുക്ക് KSR ബാധകമാക്കി, നമ്മൾ PSC അപ്പോയിൻമെന്റ്സ് ബാധകമാക്കി, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കൂട്ട് തന്നെയാണ് പോയത്. അത് കഴിഞ്ഞ് ബിൽ 2003-യുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പനിയായി. അതിൻ്റെ 133-ാം